അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി ആദ്യം കൈയെടുത്ത് RJ വൃന്ദക്ക്. ബൈ ദ വേ, വൃന്ദ നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് ഭാഗ്യവതി. എന്നിട്ട് നമ്മൾ സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറി. എന്റെ പോക്ക് കണ്ടങ്ങൾ വെച്ച് എന്തോ കക്കാൻ പോണ മാതിരിയാണ്. പക്ഷെ സംഭവം ഒന്നുമല്ല, പേടിച്ചിട്ടാ. അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ലോകം എന്താ കാട്ടേണ്ടി, എവിടെ ഇരിക്കേണ്ടി, എന്താ പറയേണ്ടത് ഒന്നും മനസ്സിലാവണില്ല. അതിന് മൂന്ന കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഇരുന്ന പാടത്തിന് ഞാൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ ഞാൻ ആലോചിച്ചത് വീഡിയോ ഇന്റർവ്യൂ അല്ലേ ഓഡിയോ ഇന്റർവ്യൂ ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, വീഡിയോ ഒക്കെ ഞാൻ എടുത്തേക്കണേ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്റെ അക്കൗണ്ട് പോയൊക്കെ ഞാൻ അവളോട് കുസ് പറഞ്ഞതൊക്കെ അതിലുണ്ടാവും. വേഗം പോയി കണ്ടോളി. അങ്ങനെ ഇന്റർവ്യൂ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ചേരോടും കുണുകുണു വർത്താനം പറഞ്ഞു. ഓൾക്ക് ഇനി നല്ലോണം പറ്റിക്കണം, ഇൻകോളി നല്ലോണം പറ്റിക്കണം. അല്ല അങ്ങനല്ല, ഞങ്ങൾ രണ്ടാളും ഭയങ്കര കുണുകുണു വർത്താനം പറഞ്ഞുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒക്കെ കയ്യും കൊടുത്ത് ബായും പറഞ്ഞു കുറച്ച് നേരം അവിടുന്ന് കുറച്ച് പട്ടിഷോ ഇട്ട്. സംഗതി നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ, പട്ടിഷോ ഇട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിട്ടോ. എന്താ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്നുള്ള ഓരോ ഗുണ്ടാൻ വണ്ടീസും കഴിച്ച് മറ്റേ കല്ലുമ്മക്കായ മറ്റേ മറിച്ചൊക്കെ വന്ന്. എനിക്കെന്തോ ഈ ഉപ്പിലിട്ട് തീരെ പറ്റൂല. ഈ ഉപ്പിലിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ വിചാരിച്ചു കോഴിക്കോട് ബീച്ചിൽ വന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാം. ജസ്റ്റ് ഫോർ എല്ലാവരും എടുത്ത് കയറുന്നത് ആര് തിരിച്ചറിയാൻ. കുഴപ്പമില്ല, എന്നാലൊക്കെ തിരിച്ചറിഞ്ഞോളൂ എന്നുള്ള കോൺഫിഡൻസിൽ മുന്നോട്ട് നടക്കുക, അല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന സൂര്യനെ കൈ പിടിച്ചിരിക്കുന്ന ഐക്കോണിക് ഫോട്ടോ എടുത്ത് എല്ലാവരും ഇതേപോലെ ബീച്ചിലും സൂര്യനെ കൈ പിടിച്ചിരിക്കുന്ന ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഇന്ന് ടാഗ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടല്ല കപ്പിളായിട്ടാണ് വരുന്നത്, കുഴപ്പമൊന്നുമില്ല. അത് അതേമാതിരി പ്രാവ് പറക്കണ മനസ്സിൽ ഉൾപ്പൊള്ളിക്കുന്ന നിറയുന്ന പോസ്റ്റ് കാണാൻ വരെ ഫോട്ടോ നിങ്ങൾക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി അഫ്താബ് പറഞ്ഞിട്ട് 1.5 കിലോമീറ്റർ നടന്നോ ഏതോ ജാഫർഖാനെ സോയാബീൻ കണ്ട് അത് തിന്നാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ എത്ര നടന്നോ ഈ ഉള്ളിൽ പോയിട്ടും കോഴിക്കോടങ്ങാടി ചുറ്റുന്നല്ല സോയാബീൻ പോയിട്ട് മിസ്റ്റർ ബീനെ പോലും കാണില്ല. അഫ്താബ് അവസാനം ഗൂഗിളിൽ നിന്ന് വരെ ഫോട്ടോ എടുത്ത് കാണിച്ചത്. നിന്റെ ഐഡിയ പോയി, എന്റെ ഐഡിയ ആണെങ്കിൽ ഞാൻ കൊന്നേരടെ പന്നി. നടന്നോയി ജില്ല വരെ കഴിഞ്ഞ് രാജ്യം വരെ മാറിപ്പോയെന്ന് തോന്നുന്നു. സായിപ്പ് വരെ വൈകുന്നേരം കള്ളിയതുകൊണ്ട് പണിക്കുണ്ട്. അവസാനം കറങ്ങിത്തും ജാഫർഖാനെ സോയാബീൻ പീടിയിലെത്തി. സംഗതി ഫോട്ടോയിൽ കണ്ടാൽ തന്നെ കാണാൻ രസമുണ്ട്, തിന്നാൻ രസമുണ്ട്. ആയിക്കോട്ടെ പോകുമ്പോൾ വെറുതെ കയറി തിന്നോക്കി രസമുണ്ട്. സംഭവം അടിപൊളിയാണ്, പക്ഷെ കുറച്ച് നടക്കാനുണ്ട്. എന്നിട്ട് അവൻ തിന്നാൻ നടന്നുമ്പോൾ എന്റെ കൈമെന്തോ തട്ടിന്. സംഭവം എന്താ, എന്റെ പാന്റിന്റെ ടാഗ് പൊട്ടിച്ചിട്ടില്ല, മടുക്കൂസ്. എന്നിട്ടാണ് ഇത്രയും നേരം വലിയ ആറ്റിറ്റ്യൂഡ് നടന്നിട്ട്. ആരെങ്കിലും കണ്ടോന്നാവോ, കാണാണെങ്കിൽ കാണട്ടെ, കുറച്ച് കായെടുത്ത് വാങ്ങിയതല്ല. ടാഗും പൊട്ടിച്ച് ബീച്ചിൽ കൂടെ നടന്നു നോക്കിയപ്പോഴാണ് ഒരുത്തൻ ദളപതി വിജയനെ കാണാൻ വേണ്ടി ഉറങ്ങാൻ നിൽക്കുന്നത്. ഉറങ്ങിപ്പോയി കണ്ടാ, മൂന്നാമത്തെട്ടാണ് ഈ ഉറങ്ങണത്. അഭിലാഷ് നീച്ചിക്കാണ്ട് പിന്നെ വിജയനെ കാണാൻ പറ്റുണ്ടോ വെച്ച് പോകാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് ഓനോട് ഉറക്കി കിടത്തി നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ ഇന്റർവ്യൂന്റെ വീഡിയോ അക്കൗണ്ടിലുണ്ട്, കാണാൻ മറക്കണ്ട. എന്താ ചെയ്യാ, എല്ലാരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ. ഓക്കേ.